إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന വിശ്വാസികളിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളാകുന്ന നമ്മളെല്ലാവരും ഏറ്റവും കൂടുതലായി നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യേണ്ട വ്യക്തിത്വമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റാരെക്കാളും ഒരു വിശ്വാസിക്ക് അവനിക്ക് ഏറ്റവും കടപ്പെട്ടതും അവൻ ഏറ്റവും ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമൊക്കെ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വവും അതാണ്. ഒരാൾ അയാളുടെ ഷഹാദത്ത് കലിമ പൂർണ്ണമാകുന്നത് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിലൂടെയും ആദരിക്കുന്നതിലൂടെയുമാണ് എന്നതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം പോലും പൂർണ്ണമാകുന്നത്, അഥവാ ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ചതായി പരിഗണിക്കപ്പെടുന്നത് പോലും അള്ളാഹുവിലുള്ള വിശ്വാസത്തോടൊപ്പം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം ശരിയാകുമ്പോഴാണ് എന്നത് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ യമനിൽ നിന്ന് അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘം മദീനയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരുന്നു.
അവർ പ്രവാചകന്റെ അടുത്ത് വന്നു. പ്രവാചകനിൽ നിന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പ്രവാചകനിൽ നിന്ന് കേട്ടുപഠിച്ചു. അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർ പ്രവാചകനോട് പറയുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ പ്രവാചകനോട് പറയുകയാണ്, നബിയെ, ഞങ്ങൾ കുറെ ദൂരെ നാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. ഏത് സമയവും തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്കാർക്കും സാധിക്കുകയില്ല. കാരണം ഞങ്ങൾ യമനിൽ ദൂരെ കിടക്കുന്ന നാട്ടിലാണ് ഞങ്ങളുള്ളത്. തന്നെയുമല്ല, അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ശത്രുക്കളായ ഒരു ഗോത്രവും ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിലൂടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ അത് ഞങ്ങൾക്ക് പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട് നബിയെ. അതുകൊണ്ട് എപ്പോഴും തങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനും മനസ്സിലാക്കാനും സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ തങ്ങൾ പ്രധാനമായ ചില ഉപദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെടുമ്പോൾ പ്രധാനമായ ചില ഉപദേശങ്ങളായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുത്ത കൂട്ടത്തിൽ ആദ്യമായി പറയുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹ്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് ആദ്യമായി പറയുന്നത് അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹ്, നിങ്ങളൊക്കെ അള്ളാഹുവിൽ മാത്രമായി വിശ്വസിക്കണമെന്നാണ്. പ്രവാചകൻ അവരോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ മാത്രമായി, അള്ളാഹു ഏകനായിക്കൊണ്ട്, അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അള്ളാഹുവിൽ മാത്രമായി നിങ്ങൾ വിശ്വസിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൽ ഏകനായി വിശ്വസിക്കുക എന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് അവർ പറയുന്നു, അല്ലാഹു റസൂലു അഅലം, ഞങ്ങൾക്കറിയില്ല പ്രവാചകരെ, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന പരിപാടി എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാണാം, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം മുഹമ്മദ് നബിയാകുന്ന ഞാൻ അള്ളാഹുവിന്റെ റസൂലും കൂടെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന വിശ്വാസം പൂർണ്ണമാകുന്നത് എന്നായിരുന്നു പ്രധാനമായ ഒരു കാര്യമായി യമനിൽ നിന്ന് വന്ന അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘത്തിനിക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു കൊടുത്തത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ പറഞ്ഞു വന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവണമെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം കൂടി അത് പൂർണ്ണമായെങ്കിൽ മാത്രമേ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകൂ എന്നതാണ് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ അറിയാവുന്നതാണ് ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് അള്ളാഹു എന്നായിരുന്നു. ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ഭൂമിയെ സജീവമാക്കി ഭൂമിയിൽ സസ്യങ്ങളെല്ലാം മുളപ്പിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് അള്ളാഹു ആണ് എന്നതായിരുന്നു. തന്നെയുമല്ല, നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതൊക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാ, നിശ്ചയമായും അള്ളാഹു ആണ് എന്നായിരുന്നു അവർ മറുപടി പറഞ്ഞിരുന്നത്. പക്ഷേ അവർക്ക് അബദ്ധം സംഭവിച്ചത്, അവർ പരാജയപ്പെട്ടത് എവിടെയാണ്? അള്ളാഹുവാണ് ആരാധനക്ക് അർഹൻ എന്ന കാര്യം സമ്മതിക്കാൻ അവർ തയ്യാറായില്ല എന്നത് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്കുള്ള നിലപാട് എന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് നോക്കൂ, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ വയഖൂലൂന ഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശായിരിൻ മജ്നൂൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന ദൗത്യവുമായി അവരിലേക്ക് കടന്നു ചെന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സുന്ദരമായ ആശയം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുന്നവരായിരുന്നു. പ്രവാചകനെ അംഗീകരിക്കാനോ പ്രവാചകൻ പറയുന്നത് കേൾക്കാനോ അവർ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, വയഖൂലൂൻ, അവർ പറഞ്ഞിരുന്നത് അയിന്നാ ലതാരികു ആലിഹത്തിനാ ലിശായിരിൻ മജ്നൂൻ, ഞങ്ങളുടെ ലാതയും ഉസ്സയുമായിരുന്നു അതുപോലുള്ള ഞങ്ങളുടെ ഇലാഹുകളെയൊക്കെ ഒരു ഭ്രാന്തനും കവിയുമായ ഒരു മുഹമ്മദിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൈവയ്ക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അവർ പരിഹസിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെയാണ് അവർക്കൊക്കെ പിഴവ് സംഭവിച്ചത്. അഥവാ അള്ളാഹുവിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നു. അള്ളാഹുവാണ് സൃഷ്ടാവെന്നും അള്ളാഹുവാണ് റാസിഖെന്നും അള്ളാഹുവാണ് ഖാലിഖെന്നുമൊക്കെ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആശയങ്ങൾ സ്വീകരിക്കുന്നതിൽ മുഹമ്മദ് നബി ആ രൂപത്തിൽ അംഗീകരിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവരൊക്കെ അബദ്ധത്തിൽ പെട്ടുപോയതും അവരൊക്കെ തീരാ നഷ്ടത്തിലായതുമെന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടാണ് വിശ്വാസികളാകുന്ന ആളുകൾക്കൊക്കെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ എന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകുന്ന സ്ഥാനം പറഞ്ഞു തീർക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ സ്ഥാനമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മോട് പറയുന്നു, നോക്കൂ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മനുഷ്യനിക്കും അവന്റെ നഫ്സിനേക്കാൾ അടുത്തവനാണ്. അഥവാ നമുക്ക് നമ്മുടെ ശരീരം എത്രത്തോളം മുഖ്യവും പ്രാധാന്യവുമാണോ അതിനേക്കാളേറെ മുഖ്യവും പ്രാധാന്യവുമായിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ. അതാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ. നബിയായിരിക്കണം ഒരാളിലേക്ക് ഏറ്റവും അടുത്തത്. എത്രത്തോളം അടുത്തു എന്ന് ചോദിച്ചാൽ മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാളും അവർക്ക് വലിയത് അള്ളാഹുവിന്റെ റസൂലായിരിക്കണം. അപ്പോഴാണ് അവർക്കൊക്കെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് അല്ലാഹു തആല കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. പ്രവാചകന്റെ ഭാര്യമാരെ അവരുടെ ഉമ്മമാരായി പരിഗണിക്കുകയും വേണം. നമുക്ക് നമ്മുടെ ഉമ്മമാരോട് എത്രമാത്രം സ്നേഹവും വാത്സല്യവുമാണുള്ളത് എങ്കിൽ അതേ രൂപത്തിലുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് പോലും നമുക്കുണ്ടാവണമെന്നും അള്ളാഹുവിന്റെ റസൂലിനെ മറ്റുള്ളവരെക്കാളേറെ എന്ന് മാത്രമല്ല സ്വന്തം ശരീരത്തെക്കാളേറെ പ്രവാചകന്റെ ഉപദേശങ്ങൾക്കും പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്കുമൊക്കെയാണ് അവൻ വില കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും അള്ളാഹു പറയുന്നത് നോക്കൂ, വമാ കാന ലക്കും അൻ തൂദു റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം പോലും നിങ്ങളിൽ നിന്നൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരെ പോലും നിങ്ങളാരും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറയുന്നു, ഇന്ന ദാലികും കാന ഇൻദല്ലാഹി അലീമ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഥവാ അള്ളാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് അത് ഭയാനകമായ കാര്യങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് അനാദരവായ രൂപത്തിലുള്ള ഒരു പെരുമാറ്റവും വിശ്വാസികളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തെക്കാളേറെ സ്നേഹിക്കണമെന്നാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. മാത്രവുമല്ല, സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോട് അനാദരവായി ആരെങ്കിലും പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അവന്റെ ചെയ്തു വെച്ച അമലുകൾ പോലും ബാത്തിലാവാൻ അത് കാരണമാണ് എന്നതാണ് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങളാരും ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന്റെ മീതയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാളും ഉയർന്ന ശബ്ദത്തിൽ നിങ്ങളാരും പ്രവാചകനോട് സംസാരിക്കരുത്. വലാ തജറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅ്ദികും ലിബഅദ്. നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് ഒച്ചയിട്ട് ഉറക്കെ സംസാരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങളാരും അങ്ങനെ കയർത്ത് സംസാരിക്കരുത്, ഉറക്കെ പോലും സംസാരിക്കരുത്. എന്താണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന നാശം? അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു. നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങൾ ചെയ്തു വെച്ച അമലുകൾ മുഴുവൻ ബാത്തിലായി പോയിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിനോട് അനാദരവായി ആരെങ്കിലും വർദ്ധിച്ചാൽ അവനിക്കുണ്ടാകുന്ന നാശമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ
നിങ്ങളുടെ അമലുകളെല്ലാം ബാത്തിലായി പോയിട്ടുണ്ടാകും. അതാണ് അതിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് അപമര്യാദയായി പെരുമാറുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ സത്യവിശ്വാസികളിൽ നിന്നുണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഈ കാര്യം ഉണർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും അല്ലാഹു പറയുന്നു, നോക്കൂ, ലാ തജഅലൂ ദുആർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദ. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ പേരെടുത്ത് വിളിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിനെ ഒരിക്കലും നിങ്ങൾ പേരെടുത്ത് വിളിക്കാൻ പോലും പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നാം ആലോചിച്ച് നോക്കൂ, നമ്മിൽ പല ആളുകളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ വിളിക്കാറുണ്ട്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടത്തെ പേരെടുത്ത് കൊണ്ടുപോലും നിങ്ങളാരും വിളിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പല പ്രവാചകന്മാരുടെയും പേരെടുത്ത് വിളിച്ചത് കാണാൻ സാധിക്കും. യാ നൂഹ് എന്ന് വിളിക്കുന്നത് വിശുദ്ധ ഖുർആനിലുണ്ട്, യാ മൂസ എന്ന് വിളിക്കുന്നതുണ്ട്, യാ ഈസ എന്ന്, യാ ഇബ്രാഹിം എന്ന്, യാ സക്കരിയ എന്ന്. സക്കരിയ നബിയെയും മൂസ നബിയെയും ഇബ്രാഹിം നബിയെയും അയ്യൂബ് നബിയെയും ഒക്കെ പേരെടുത്ത് വിളിക്കുന്ന സ്വഭാവം വിശുദ്ധ ഖുർആനിലുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഒരിക്കൽ പോലും പേരെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നില്ല. മറിച്ച് പ്രവാചകനെ വിളിക്കുന്ന സ്ഥലത്തൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത് യാ അയ്യുഹർ റസൂൽ, യേ റസൂലെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ തിരുദൂതരെ എന്നർത്ഥം വരുന്ന യാ അയ്യുഹർ റസൂൽ അല്ലെങ്കിൽ യാ അയ്യുഹൻ നബി, യോ നബിയായിട്ടുള്ളവരെ എന്നാണ് അല്ലാഹു തആല പോലും അള്ളാഹുവിന്റെ റസൂലിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ വിവരിച്ചു തരുന്നത്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാത്തു നിൽക്കാൻ ഒഴിവില്ലാതെ ഒരു വിഭാഗം വീട്ടിന്റെ പുറത്തു വന്നിട്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് പ്രവാചകനെ ഉച്ചത്തിൽ വിളിച്ച സമയത്ത് വിശുദ്ധ ഖുർആൻ അത് വിമർശിച്ചുകൊണ്ട് പറയുന്നത് ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നു, നോക്കൂ, ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജറാത്തി അക്തറുഹും ലാ യഅഖിലൂൻ. തങ്ങളുടെ ഹുജറയുടെ, തങ്ങളുടെ റൂമിന്റെ പുറത്തു നിന്ന് തങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ കൂടുതൽ ആളുകളും അങ്ങനെ വിളിക്കുന്ന ആളുകളൊക്കെ അവരാരും അറിവില്ലാത്തവരാണ്, തന്റെ ഇടമില്ലാത്തവരാണ്, ചിന്തിക്കാത്തവരാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. തങ്ങൾ റൂമിൽ നിന്ന് അങ്ങോട്ട് പുറത്തു ചെല്ലുന്നത് വരെ അവരൊന്ന് വിളിക്കാതെ അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതായിരുന്നു അവർക്ക് ഏറ്റവും ഗുണമായത് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് വിവരിച്ചു തരുന്നത്. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാനും ബഹുമാനിക്കാനും വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാൾക്കും ഇസ്ലാമിലേക്ക് അംഗത്വമാവാനോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് അയാൾക്ക് കടന്നു വരാനോ സാധിക്കയില്ല. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. പ്രവാചകൻ സമൂഹത്തോട് പഠിപ്പിക്കുകയാണ്, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നതുവരെ. എത്രത്തോളം ഇഷ്ടപ്പെടണമെന്ന് ചോദിച്ചാൽ, മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കാതെ ഒരാൾക്കും മുഅ്മിനാവാൻ അവകാശമില്ല എന്നതാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനും ആദരിക്കാനുമൊക്കെ വിശുദ്ധ ഖുർആനും പ്രവാചകനുമൊക്കെ പഠിപ്പിച്ചപ്പോൾ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഒന്നാം നിരയിലുള്ള ആളുകളായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. നാം ആലോചിച്ചു നോക്കൂ, സ്വന്തം ശരീരത്തെക്കാളേറെ അവരൊക്കെ മഹാന്മാരായ സ്വഹാബത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഹുബൈബ് റളിയല്ലാഹുവിന്റെ സംഭവം ഹദീസുകളിൽ നമുക്ക് വായിക്കാം. ഹുബൈബ് റളിയല്ലാഹുവിനെ തൂക്കിലേറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നു. എന്താണ് കാരണം? ഹുബൈബ് റളിയല്ലാഹു ബദറിൽ ശത്രുക്കൾക്ക് കൂടുതൽ പരാജയമുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹുബൈബ് റളിയല്ലാഹുവിനെ ശത്രുക്കൾ പ്രത്യേകമായി നോട്ടമിട്ടിരുന്നു. കാരണം ബദറിൽ പങ്കെടുത്ത പല ആളുകളുടെയും
പല ആളുകൾക്കും നഷ്ടം സംഭവിച്ചത് മഹാനായ ഖുബൈബ് റളിയല്ലാഹുവിനെ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഖുബൈബ് റളിയല്ലാഹുവിനെ വകവരുത്താൻ ശത്രുക്കൾ പ്ലാനിട്ടതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു വിഭാഗം ശത്രുക്കളുടെ കയ്യിൽ മഹാനായ ഖുബൈബ് റളിയല്ലാഹുവിന് പിടിക്കപ്പെടുന്നത്. ആ സമയത്ത് ബദറിൽ ഖുബൈബ് റളിയല്ലാഹുവിനാൽ വധിക്കപ്പെട്ട ശത്രുക്കളുടെ കുടുംബങ്ങൾ വന്ന് പൈസ കൊടുത്തുകൊണ്ട് ഖുബൈബ് റളിയല്ലാഹുവിനെ വാങ്ങുകയാണ്. എന്തിനു വേണ്ടി? അദ്ദേഹത്തെ വാങ്ങിയിട്ട് തൂക്കുമരത്തിൽ ഏറ്റണം, പീഡിപ്പിച്ചു കൊല്ലണം. അതിനു വേണ്ടിയിട്ട് ഖുബൈബ് റളിയല്ലാഹുവിനെ അവർ കൈക്കലാക്കുന്നു, പൈസ കൊടുത്തു വാങ്ങുന്നു. എന്നിട്ട് അവര് ഖുബൈബ് റളിയല്ലാഹുവിനെ കുറച്ചു ദിവസം തടങ്കലിലാക്കി. ശേഷം അവർ മക്കയിലെ തനീമിൽ കൊണ്ടുപോയിട്ട് ഖുബൈബ് റളിയല്ലാഹുവിനെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. ഖുബൈബ് റളിയല്ലാഹുവിനു കൊല്ലാൻ തന്നെ കൊല്ലുന്നു എന്നുള്ള അവസരം എത്തിയ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹുവിന് അവരോട് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുന്നു. ആ 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം കൊടുത്തു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ശത്രുക്കൾ ഖുബൈബ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, പക്ഷേ അതിന് പകരമായിട്ട് നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദിനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി, എങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം എന്ന് ഖുബൈബ് റളിയല്ലാഹുവിനോട് തൂക്കുമരത്തിന്റെ താഴ്ഭാഗത്ത് വെച്ച് അവരാവശ്യപ്പെടുമ്പോൾ മഹാനായ ഖുബൈബ് റളിയല്ലാഹുവിൻ അവരോട് ശക്തമായ സ്വരത്തിൽ പറഞ്ഞത്, നിങ്ങൾക്കെന്നെ പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ശക്തമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നെ വെറുതെ വിട്ടിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. എന്നിട്ടാണോ എന്റെ സ്ഥാനത്ത് പ്രവാചകനാക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞ വ്യക്തിത്വമായിരുന്നു മഹാനായ ഖുബൈബ് റളിയല്ലാഹുവിന്. ആ അവസരത്തിലാണ് ഖുബൈബ് റളിയല്ലാഹുവിനെ ആ ശത്രുക്കൾ അവിടെ തൂക്കിലേറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വന്തം ശരീരത്തെക്കാളേറെ മഹാന്മാരായ സ്വഹാബത്തൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ പൂർണ്ണമായ കൽപ്പനകളും സന്ദേശങ്ങളുമൊക്കെ തങ്ങളുടെ ജീവിതത്തിലൊക്കെ കൃത്യമായി അവർ പകർത്താനും തയ്യാറായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം തന്നെ കാണാം, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്റെ ശരീരയോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ അധ്യാപനം നടത്തിയ കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, എന്റെ സുന്നത്തിനെ ഇഷ്ടം വെക്കുന്ന ആളുകൾ അവരാണ് എന്നെ ഇഷ്ടം വെച്ചവർ. അങ്ങനെ എന്നെ ഇഷ്ടം വെച്ച ആളുകൾ കാന മഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ കൂടെ അവരും ഉണ്ടാകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്കൊക്കെ പ്രവാചകനോട് സ്നേഹമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അത് ആ കാട്ടിക്കൂട്ടുന്നത് മാത്രമാണ് ഉണ്ടാവുക എന്നതാണ് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മളെക്കാളേറെ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മഹാന്മാരായ സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ച ഒരു രൂപമുണ്ട്. ആ രൂപത്തിലാണ് പ്രവാചകനെയൊക്കെ നമ്മളൊക്കെ സ്നേഹിക്കേണ്ടത്. പ്രവാചകന്റെ സന്ദേശങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരിക, അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക. ഈ രൂപത്തിലൊക്കെ മഹാനായ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് നാളെ പരലോകത്ത് വിജയികളിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, മനസ്സിലാക്കേണ്ടത്, മഹാന്മാരായ സ്വഹാബത്തൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ കണക്കറ്റ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരായിരുന്നു. അവരുടെ ഒന്നും സ്ഥാനത്തേക്ക് നമ്മിൽപ്പെട്ട ആർക്കും എത്താൻ പോലും സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ലൗ അന്ന അഹദക്കും ലൗ അൻഫക മിസ്ല ഉഹുദിൻ ദഹബൻ മാ ബലാ മുദ്ദ അഹദിഹിം വലാ നസീഫ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസാണത്. പ്രവാചകൻ പറയുന്നു, നിങ്ങളെങ്ങാനും ഉഹുദ് മലയുടെ അത്ര സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും
എന്റെ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ ഒരു മുദ്ദ് ചെലവാക്കിയതിന്റെ സ്ഥാനത്ത് പോലും അതെത്തുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ സ്വഹാബത്തിനെ പ്രശംസിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർക്കൊക്കെ ആ രൂപത്തിൽ മഹാനായ പ്രവാചകനോട് സ്നേഹമുണ്ടായിരുന്നു. മഹാനായ തൗബാൻ റളിയല്ലാഹുവിന്റെ സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു സ്വഹാബിയായിരുന്നു മഹാനായ തൗബാൻ റളിയല്ലാഹു. ഏത് സമയവും പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൂടുന്നു, പ്രവാചകൻ എന്തൊക്കെ പറയുന്നു ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്റെ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ പകർത്തി പ്രവാചകന്റെ സദസ്സിൽ നിന്ന് വിട്ടൊഴിയാതെ ജീവിച്ചിരുന്ന ആളായിരുന്നു മഹാനായ തൗബാൻ റളിയല്ലാഹു. ഒരിക്കൽ മഹാനായ തൗബാൻ റളിയല്ലാഹു വീട്ടിൽ നിന്ന് വന്നപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പ്രവാചകൻ നോക്കുമ്പോൾ വല്ലാത്ത ഒരു ദുഃഖമുള്ളതുപോലെ പ്രവാചകനിക്ക് അനുഭവപ്പെട്ടു. തൗബാൻ റളിയല്ലാഹു വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നത് കാണുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാലി അറാക മഹ്സൂന, ഞാൻ എന്താണ് നിന്നെ ഇങ്ങനെ ഒരു ദുഃഖത്തിൽ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രവാചകനോട് പറയുന്ന ഒരു മറുപടി ഹദീസിൽ നമുക്ക് കാണാം. അദ്ദേഹം പ്രവാചകനോട് പറയുകയാണ്, നബിയെ, അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ് എനിക്ക്, അതുകൊണ്ട് തന്നെ അങ്ങയുടെ സദസ്സിൽ ഞാൻ എപ്പോഴും പരമാവധിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങയെ കാണാറുമുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഒരു കാര്യമാണ്, അഥവാ നാം ഒക്കെ അങ്ങോട്ട് മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ. എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല. എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ ഇനിയൊരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ കാണലുണ്ടാവുകയില്ല. ഇനി എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിച്ചാൽ തന്നെ തങ്ങളൊക്കെ ഉന്നതമായ ഏതെങ്കിലുമൊക്കെ പദവിയിലിരിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു താഴ്ന്ന ഭാഗത്തല്ലേ ഞാൻ ഉണ്ടാവുക. പിന്നെ എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ പരലോകത്തൊക്കെ കാണുക? ഇവിടെ എനിക്ക് കാണാനും തങ്ങളുമായി ഇടപെടാനും ഒക്കെ സൗകര്യം കിട്ടിയിട്ടുണ്ട്, എന്നാൽ പരലോകത്തെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൗബാൻ റളിയല്ലാഹു പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അല്പനേരം വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ സൂറത്തുന്നിസായിലെ ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല പ്രവാചകനിക്ക് ഇറക്കിക്കൊടുക്കുന്നത്. എന്താണ് ആയത്തിൽ പറയുന്നത്? വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആ സമയത്ത് ആയത്ത് അവതരിപ്പിക്കുകയാണ്. തൗബാൻ റളിയല്ലാഹുവിനെ അടക്കമുള്ള വിശ്വാസികളോട് പറയാൻ വേണ്ടിയിട്ടാണ് ആയത്തിൽ അല്ലാഹു തആല നിർദ്ദേശിച്ചത്. എന്താ പറയുന്നത്? വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർക്കൊക്കെ അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത ആളുകളുടെ കൂടെ എത്താൻ പരലോകത്ത് അവർക്കൊക്കെ സാധിക്കും. അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾ ആരൊക്കെ? മിനൻ നബിയീൻ, അത് പ്രവാചകന്മാരായ ആളുകൾ, അതുപോലെ വസ്ദിഖീൻ, സിദ്ദീഖീങ്ങളായ ആളുകളും, വശുഹദാഇ വസ്സാലിഹീൻ, ശുഹദാക്കളും സാലിഹീങ്ങളുമായ പ്രവാചകന്മാരടങ്ങുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ആളുകളുടെ കൂടെ അവർക്കൊക്കെ പരലോകത്ത് എത്താൻ സാധിക്കും. വഹസുന ഉലൈക റഫീഖ, ആ കൂട്ടർ എത്രമാത്രം സൗഹൃദത്തിന് നല്ലവരാണ്, നല്ല രൂപത്തിൽ ശിക്ഷമുണ്ടാക്കാൻ പറ്റിയ വിഭാഗമാണ് അവർക്ക് നാളെ പരലോകത്തുണ്ടാവുക എന്ന് അല്ലാഹു തആല ആയത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി സ്വീകരിച്ച് പരലോകത്ത് അവർക്ക് വിജയം കൈവരിക്കണമെങ്കിൽ അതിനുള്ള മാർഗമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. മൻ യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവും റസൂലും എന്തൊക്കെ കൽപ്പിച്ചോ ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ കൊണ്ടുവരണം. അള്ളാഹുവും റസൂലും എന്തൊക്കെ കാര്യങ്ങളൊക്കെ വിരോധിച്ചോ അത് കയ്യൊഴിക്കാനും നമ്മൾ തയ്യാറാവണം. അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ളവനാണ് എന്ന് പറയുന്നതൊന്നും പരലോകത്ത് അതൊരിക്കലും ഉപകാരപ്പെടുകയില്ല എന്നതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനോട് നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച രൂപത്തിലായിരിക്കും നമ്മൾ വസ്ത്രം ധരിക്കുക, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച രൂപത്തിലായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച രൂപത്തിലായിരിക്കും നമ്മൾ നമ്മുടെ ഇടപാടുകളൊക്കെ നടത്തുക, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച രൂപത്തിലായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പെരുമാറുക. നമ്മുടെ കുടുംബത്തോടും നമ്മുടെ അയൽവാസികളോടും നമ്മുടെ നാട്ടുകാരോടും നമ്മുടെ
മുഴുവൻ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ആ മാതൃക അവിടെ കാണും. അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ള ആളുകളാണെങ്കിൽ, മറിച്ച് അതൊന്നും അംഗീകരിക്കാതെ അതൊന്നും ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞ് റോട്ടിലൂടെ നടന്നതൊന്നും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമായി ഒരിക്കലും അത് പരിഗണിക്കുകയില്ല എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ നിലകൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ നമ്മോട് കൽപ്പിച്ചോ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി കൊണ്ടുവരാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ വിരോധിച്ചോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിയുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം നാളെ പ്രലോകത്ത് നമുക്കൊക്കെ ലഭിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നത്. മൻ യുതിഇല്ലാഹ വർ-റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും സാലിഹുകളുടെയും കൂടെയായിരിക്കും സൗഹൃദ ബന്ധം അവർ സ്ഥാപിക്കുക എന്ന് അള്ളാഹു തആല നമുക്ക് കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട്. ആ കാര്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂലിനെ ആ രൂപത്തിൽ സ്നേഹിക്കാനും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുമെല്ലാം നമ്മളെല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم احسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، وجعل الحياة زيادة لنا في كل خير، وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد